ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 2025-26 നടന്ന, അതായത് ഈ വർഷം നടന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ ആൻസർ കീയാണ്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഷയങ്ങളുടെ ആൻസർ കീ ഇതുപോലെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Question 1 to 3. Read the excerpt from Along with Granny and answer the questions that follow. എന്താണ്? യെസ്, എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്ന സ്റ്റോറിയിൽ ഒരു എക്സ്പേർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, അല്ലേ? ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ്സ് ഒക്കെ നന്നായി അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ച ചാപ്റ്റർ തന്നെയാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. Earth, trees, and bushes had given away and come crashing down, completely blocking the road. Nor was it over yet. Debris was still falling. Money saw rocks hurtling down the hill into the river. Not a suitable place for the bus stop, observed Granny, who couldn't see a thing. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. Passengers cried out in alarm. The driver began reversing as more rocks came crashing down. I never did trust motor roads, said Granny. The driver kept backing until they were well away from the landslide. Then everyone tumbled out of the bus. They couldn't tell it would take days to clear the road. Most of the passengers decided to return in with the bus, but few bold spirits agreed to walk to Missouri, taking a shortcut up the mountain which would bypass the landslide. Okay, നമുക്ക് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഹൗ ഡസ് ദ നാരേറ്റർ ഡിസ്ക്രൈബ് ദ ലാൻഡ് സ്ലൈഡ്? അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിനെ നരേറ്റർ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അവിടെ ഫസ്റ്റ് തന്നെ നോക്കൂ, പാസേജ് പറയുന്നുണ്ടല്ലേ. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇറ്റ് വാസ് എ നോക്കൂ, ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അപ്പം നരേറ്റർ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? സോ നമുക്ക് ആൻസർ എഴുതാം. ദ നരേറ്റർ ഡിസ്ക്രൈബ് ദ ലാൻഡ് സ്ലൈഡ് ആസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു ഡു? എന്താണ് പാസഞ്ചേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്താണ് അവരുടെ തീരുമാനം എന്തായിരുന്നു എന്നാണല്ലേ. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ. കൂടുതൽ ആൾക്കാർ എന്താ ചെയ്തത്? നെയിനിലേക്ക് റിട്ടേൺ ചെയ്യാം അല്ലേ, തിരിക്കാമെന്ന് തീരുമാനിച്ചു. Some of the passengers stumbled out of the bus. Then a few of the passengers agreed to walk to Missouri. Then ഓപ്ഷൻ ഡി എന്താണ്? ബോത്ത് എ ആൻഡ് സി. അപ്പം കൂട്ടുകാർ ഇതിൽ എയും സിയും ശരിയാണല്ലേ. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി എന്നുള്ളതാണ്. Okay, the next question. Pick out the word from the passage which means scattered pieces of rubbish or remains. ഈ മീനിങ് വരുന്ന വേർഡ് ഇതിൽ ഏതാണ്? യെസ്, ഡെബ്രിസ് ആണ് അല്ലേ. ഏതാണ്? ഡെബ്രിസ്. ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ അല്ലേ. ഡെബ്രിസ്. ആൻസർ എന്താണ്? ഡെബ്രിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. 4 to 6 read the lines from the Hope is the thing with feathers and answer the questions that follow. അപ്പം നമ്മൾ പഠിച്ച പോയമാണ് അല്ലേ. ഏതാണ്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്ന പോയത്തിലെ വരികളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വായിച്ച് ചോദ്യങ്ങൾ ഇവിടെ അല്ലേ 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് ദാറ്റ് perches in the soul and sings the tune without the words and never stops at all, and sweetest in the gale is heard, and sore must be the storm that could abash the little bird that kept so many warm. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. അപ്പോൾ ഇനി നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സോങ് സങ് ബൈ ദ ബേർഡ്? എങ്ങനെയാണ്? യെസ് ആൻസർ എന്താണ്? ദ സോങ് സങ് ബൈ ദ ബേർഡ്സ് ഇൻ വിത്തൗട്ട് വേർഡ്സ് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാ പാടുന്നത്. യെസ്, ആൻഡ് സിങ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. അപ്പോൾ ആൻസർ എന്താണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ദ സോങ് സങ് ബൈ ദ ബേർഡ് ഈസ് വിത്തൗട്ട് വേർഡ്സ്. ഓക്കെ, ഇതിന് 5ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫോർ ഫ്രം ദ ഗിവൺ ലൈൻസ്. തന്നിട്ടുള്ള വരികളിൽ മെറ്റഫോറിനൊരു എക്സാമ്പിളാണ് നൽകിയിട്ടുള്ളത്, എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? യെസ്, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ. Where can we hear the song sung by the birds? In the strangest valley, in the sky, in the chillest land, both A and C.
ഏതാണ് ആൻസർ വരുന്നത്? അതെ, ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആണ് അല്ലേ. ഏതാണ് ആൻസർ? ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്. Okay, then seventh question. Read the lines from the 7 Ages of Man and write a brief paragraph summarizing the ideas contained in the lines using the hints given below. അപ്പോൾ ദ 7 Ages of Man എന്ന പോയത്തിലെ വരികളാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഹിൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബ്രീഫ് പാരഗ്രാഫ്, അതായത് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാതൃക നമുക്ക് നോക്കാം. Shakespeare compares the world to a great stage. Every man and woman plays different roles in life. He beautifully describes the 7 Ages of man's life, beginning as an infant, then being schoolboy, a passionate lover and brave but short-tempered soldier. Then each stage has own charm and struggles. The use of similes and alliteration make the poem more lively and expressive, showing the life itself is like a drama where everyone has an entrance and എക്സിറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? യെസ്, ഒരു ബ്രീഫ് പാരഗ്രാഫ് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. 8 to 10 നോക്കൂ. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ നമുക്കിവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് പാസേജ് ഒന്ന് വായിച്ച് നോക്കാം. Once Fred and George walked slowly across the valley. Suddenly Fred sat down on the last stone and said, I can't go any further. I am exhausted. George looked at him for a minute. Oh, come on, he said. It's not very far now. Only 5 or 6 miles at the most. Fred pointed to the some trees about half a mile ahead. There is a hut among the trees, he said. Perhaps we can spend the night there. I will go and take a look, George said. He ran down the path towards the hut and vanished among the trees. Fred followed more slowly. What's like inside? He asked when he reached the hut. Not bad, George called back. It feels a little damp, but there is some wood in one corner so we can light a fire. The two boys cleaned out the hut and it lit a fire. Hut and lit a fire. Then they had supper. They were both tired and they did not talk much. Before they went to bed, they put plenty of wood on fire. George fell asleep almost at once, but Fred lay awake for a long time watching the flames. Then he too fell asleep. Suddenly he was awake again. The fire was nearly out. He could hear noises outside. It sounded like voices. He woke up. George, it's only the wind, he grumbled. Go to sleep again. But it was in the wind. The voices came near until they were just outside the hut. The door opened and lights shone on their faces. They are here, a voice called out. A policeman was standing in the doorway. He addressed the two boys. You have given us a lot of trouble, he said. We looked all over the valley for you too. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ പാസേജ് നന്നായി വായിച്ച് മനസ്സിലാക്കുക. അപ്പം ദെൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് ഫ്രെഡ് പോയിന്റ് ഔട്ട് എമംഗ് ദ ട്രീസ്? ട്രീസിൻ്റെ ഇടയിൽ ഫ്രെഡ് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്? എന്തായിരുന്നു? യെസ്, ഫ്രെഡ് പോയിന്റ് ഔട്ട് ദർ വാസ് എ ഹട്ട് എമംഗ് ദ ട്രീസ്. ഒരു ഹട്ടായിരുന്നു അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ഫ്രെഡ് പോയിന്റ് ഔട്ട് ദ ട്രീസ് വാസ് എ ഹട്ട് എമംഗ് ദ ട്രീസ്. ദെൻ കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അല്ലോടെ നോക്കൂ. ബിഫോർ സപ്പർ ദ ബോയ്സ് ഡാഷ് ഓപ്പൺ ദ ഡോർ, ക്ലീൻ ഔട്ട് ദ ഹട്ട്, ദെൻ സാറ്റ് ആൻഡ് ടോക്ക്ഡ് ഇറ്റ് എ ഫയർ. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ബിഫോർ സപ്പർ ദ ബോയ്സ് എന്താ ചെയ്തത്? നോക്കൂ, ക്ലീൻ ഔട്ട് ദ ഹട്ട്. അതുപോലെ തന്നെ ഇതിൽ എന്താണ്? സാറ്റ് ആൻഡ് ടോക്ക്ഡ്. ഇത് രണ്ടും ആൻസർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഇതുമാണ് വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നൗ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോറി, ബിയും ഡിയും ആണ് അല്ലേ. ഏതാണ്? ഓക്കെ, ബിയും ഡിയുമാണ് ആൻസർ വരുന്നത്. ഏതാണ്? ബിയും ഡിയും. ക്ലീൻ ഔട്ട് ദ ഹട്ടും ലിറ്റ് എ ഫയറും ആണ് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. നൗ ചൂസ് റൈറ്റ് ഓപ്ഷൻ എ, സി, ദെൻ തേർഡ് ബോത്ത് ബി ആൻഡ് ഡി, ദെൻ ഫോർ നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഏതാണ്? യെസ്, ഓപ്ഷൻ 3 ആണ് അല്ലേ. ബോത്ത് ബി ആൻഡ് ഡി. ദെൻ ഫ്രെയിം ആൻഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. യു ഹാവ് ഗിവൺ അസ് എ ലോട്ട് ഓഫ് ട്രബിൾ. അപ്പോൾ നമ്മൾ ടാഗിലെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നോക്കൂ, ഹാവ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഇതിനെ നെഗറ്റീവ് ഫോമിലേക്കല്ല മാറ്റേണ്ടത്. ഹാവ് ഇൻ യു. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഹാവ് ഇൻ യു. ടാഗ് എങ്ങനെയാണ് വരിക? ഹാവ് ഇൻ യു.
ദെൻ ക്വസ്റ്റ്യൻ 11 to 13 ആൻസർ എയ്തർ എ ഓർ ബി. 11ഉം 13ലും എയോ ബിയോ എഴുതിയാൽ മതിയല്ലേ. 11ലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 12ലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻസ് ഈ രണ്ടെണ്ണത്തിലും എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. The unexpected landslide and the falling of the debris on the way to Missouri disturbed Mani. Late in the evening, Mani jotted down his feeling from a diary draft, the likely diary entry. എന്താ പറഞ്ഞിട്ടുള്ളത്? Yes, the unexpected landslide and falling of the debris way to Missouri disturbed Mani. അപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടായില്ല ആ സമയത്ത് ആ ഡെബ്രിസ് ഒക്കെ വന്ന് വീഴുന്നുണ്ട് അല്ലേ. അപ്പം അതൊക്കെ എന്താണ്, ആ കാര്യങ്ങളൊക്കെ ആരെ മണിയെ ഡിസ്റ്റർബ്ഡ് ആക്കി. ദെൻ late in the evening, Mani jotted down his feelings through a diary draft like the diary entry. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഫീലിങ്സ് ആര് എഴുതുകയാണ്? മണി അവൻ്റെ ഡയറിയിൽ എഴുതുകയാണ് അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡയറി എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഡേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റും ഡേയും എഴുതുക. ദെൻ ടൈമും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ എഴുതാം, ടുഡേ വാസ് എ വെരി ഡിസ്റ്റർബിംഗ് ഡേ. ഓൺ മൈ വേ ടു മസൂരി I witnessed a big landslide. Huge debris fell down, blocking the road and creating fear in everyone's mind. For a moment, I felt helpless and worried about what might happen. Though we managed to find another way, the sight of the fallen rocks and the danger around us still troubled me. I will never forget this experience. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇതുപോലൊരു ഡയറി എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. അബ്ദുൽ കലാംസ് ഈഗർനെസ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി ക്വൈറ്റ് കമൻറ്റബിൾ അല്ലേ. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ലിറ്റിൽ തിങ്സ് മാറ്റർ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് യങ് അബ്ദുൽ കലാം. അപ്പോൾ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. Young Abdul Kalam was a hardworking and responsible boy. He was very eager to support his family. Even at a young age, he took up a small jobs with sincerity and never felt ashamed of doing them. His honesty, dedication, and sense of duty made him special. Kalam valued education, discipline, and hard work, with the latter shaped his life. His childhood shows that even little efforts and sacrifice can make a big difference. Okay, the next നമുക്ക് നൽകിയിട്ടുള്ളത് describe the picture given below using suitable descriptive adjectives. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തമായി തന്നെ അതൊരു തയ്യാറാക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ അറിയാവുന്നതാണെങ്കിൽ അത് എഴുതിയാലും മതി. ഏതാ നോക്കൂ, കലാമിൻ്റെ കോൺവെർസേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? കലാം ഹാഡ് ടു ഡെലിവർ ന്യൂസ് പേപ്പർ ടു ദ റെസിഡൻസ് ഓഫ് രാമേശ്വരം എവറി ഡേ ബിഫോർ ദ ലെഫ്റ്റ് ഫോർ ദ സ്കൂൾ. ഹി ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട് റിഗാർഡിംഗ് ഹിസ് റൊട്ടീൻ ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് ഫ്രണ്ട്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണ്? യെസ്, കലാമും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, കലാം, ഐ സീ യു ഡെലിവറിങ് ന്യൂസ് പേപ്പേഴ്സ് എവറി മോർണിംഗ്, ഡോണ്ട് യു ഗെറ്റ് ടയേർഡ്? ഞാൻ കാണാറുണ്ടല്ലേ, നീ ദിവസവും മോർണിംഗിൽ ആ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്ത് ഞാൻ കാണാറുണ്ട്. ഡോണ്ട് യു ഗെറ്റ് ടയേർഡ്, നിനക്ക് ക്ഷീണം തോന്നാറില്ലെന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ കലാം പറയാണ്, സംടൈംസ് ഐ ഡു ബട്ട് ഐ മസ്റ്റ് ഡു ഇറ്റ്. ദെൻ ഫ്രണ്ട്, വൈ ഡു യു ടേക്ക് അപ്പ് ദിസ് വർക്ക് അലോങ് വിത്ത് യുവർ സ്റ്റഡീസ്? നീ എന്തുകൊണ്ടാണ് നിൻ്റെ സ്റ്റഡീസിൻ്റെ ഒപ്പം ഈ ഒരു വർക്കും ചെയ്യുന്നത് ചോദിക്കുകയാണല്ലേ. അപ്പോൾ കലാം എന്താ പറയുന്നത്? യെസ്, ഐ വാണ്ട് ടു സപ്പോർട്ട് മൈ ഫാമിലി, വി നീഡ് ദ മണി ആൻഡ് ദിസ് ഈസ് വേ ഐ ക്യാൻ ഹെൽപ്പ്. ദെൻ ഫ്രണ്ട് പറയാണ്, ദാറ്റ്സ് ഓൾ റിയലി ഗ്രേറ്റ് കലാം, യു ആർ സോ റെസ്പോൺസിബിൾ അറ്റ് ദിസ് യങ് ഏജ്. ദെൻ കലാം, താങ്ക് യു, ഐ ബിലീവ് ഈവൻ സ്മോൾ എഫേർട്സ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ദെൻ ഫ്രണ്ട് പറയാണ്, ട്രൂ, യു ആർ എൻ ഇൻസ്പിറേഷൻ ടു അസ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലൊരു കോൺവെർസേഷൻ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൻ ബിലോ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് അല്ലേ. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടേതായ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ്. Okay, the next question നോക്കൂ. Mani and Granny find extremely difficult to continue the journey after the landslide. Mani sends an email to the office of the Border Roads organization in Missouri to clear road and ensure necessary arrangements for the rescue operation. Draft the likely email അല്ലേ. അപ്പോൾ ഇമെയിലാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമെയിലിൻ്റെ മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ഇതുപോലൊരു ഇമെയിൽ തയ്യാറാക്കുക.
Then read the picture given below. Prepare a paragraph describing in the light of your reading of the lesson a prescription of life. പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ് എന്നൊരു ഒരു സ്റ്റോറിയിൽ എന്താണ് നമുക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ആ ചിത്രത്തെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതണം. അപ്പോൾ നോക്കൂ, ഇവിടെ അത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതുക. Okay, the next question നോക്കാം. Prepare a brief profile Emily Dickinson based on the hints given below. അപ്പോൾ എമിലി ഡിക്കിൻസനെ കുറിച്ചുള്ള ഹിൻസ് ഇവിടെ നൽകിയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫൈൽ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൊഫൈലിൻ്റെ മാതൃക നോക്കൂ. പ്രൊഫൈൽ ഓഫ് എമിലി ഡിക്കിൻസൺ. Then Emily Dickinson was a famous American poet, then born on 10 December 1830. Then she is a well-known for her innovative style of writing. Her poems often focused on death, immortality and nature. Then some of the other notable works include Because I Could Not Stop for Death and I Heard Fly Buzz When I Died. Then and Success is Counted Sweetest. Okay, then she passed away on 15th May 1886, but her poetry still inspires readers all over the world. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു പ്രൊഫൈൽ തയ്യാറാക്കാവുന്നതാണ്. ദെൻ 15 to 17 റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഇവിടെ കുറേ ന്യൂസ് ഹെഡ്ലൈൻസ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതണം. നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻസ് ദാറ്റ് ടെൽസ് അബൌട്ട് ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് ISRO. ഏതാണ്? ISRO സക്സസ്ഫുള്ളി ലോഞ്ചസ് ന്യൂ വെതർ സാറ്റലൈറ്റ്സ് എന്നുള്ള റിപ്പോർട്ടാണ് അല്ലേ. ദെൻ വിച്ച് ഹെഡ്ലൈൻ റിഫ്ലക്ട് ഇന്ത്യസ് കൺസേൺ ഓവർ എക്സെപ്റ്ററേറ്റ്സ് അല്ലേ. ഓക്കെ, ഏതാണ് അത് വരുന്നത്? ഇന്ത്യ ടു evacuate its national from Israel. Then next question, what does the meeting of global leaders Tokyo indicate about the international relation? ഇതിലേതാണ്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? ബി ആണല്ലേ. ദർ ഈസ് എ ഗ്രോയിങ് ഗ്ലോബൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ദെൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് 18. ഓക്കെ, 18ാമത്തെ ചോദ്യം നോക്കൂ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ദ ഐ സ്പെഷ്യലിസ്റ്റ് വാസ് ഡാഷ് വെൻ ഹി ഫൗണ്ട് ഔട്ട് ദ റിയൽ കണ്ടീഷൻ ഓഫ് ഗ്രാനി ഗ്ലാസസ്. ഹി കുഡ് ഈസിലി ഡാഷ് ദാറ്റ് വെർ നോ ലോങ്ങർ യൂസബിൾ. ഹെൻസ് ഹി ടോൾഡ് ഗ്രാനി ടു ഡാഷ് ഡിഫറെൻറ്റ് ലെൻസസ്. അപ്പോൾ ഇവിടെ എ എന്നുള്ളിടത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? ടേക്കൻ എബാക്ക് എന്നാണല്ലേ. ഇവിടെ നോക്കൂ, ടേക്കൻ എബാക്ക് എന്നിവിടെ എഴുതി കൊടുക്കുക. ദെൻ ഗ്രാനി ടു സി അല്ലേ. സി എന്താ വരുന്നത്? ടു മേക്ക് ഔട്ട് അല്ലേ. മേക്ക് ഔട്ട്, ബി മേക്ക് ഔട്ട്. ദെൻ സി ഏതാണ് കൂട്ടുകാരെ? ട്രൈ ഔട്ട് അല്ലേ. ബി മേക്ക് ഔട്ട്, സി ട്രൈ ഔട്ട്. ഓക്കെ, ദെൻ എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് ആണ്. എറേഴ്സ് ആർ ഗിവൺ ഇൻ ദ ബോൾഡ്. അപ്പോൾ എറേഴ്സ് ആയിട്ടുള്ളത് ശരിയാക്കിയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കുക. ദെൻ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് മദർ. ആൻസേഴ്സ് ഇവിടെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.